കാർഷിക ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കുരുമുളകിന് ക്ഷാമം. വിളവെടുപ്പിൽ 50% വരെ കുറവെന്ന കർഷകർ. നാളികേര ഉൽപ്പന്നങ്ങൾ ശക്തമായ നിലയിൽ. ആദ്യഘട്ട കുരുമുളക് വിളവെടുപ്പ് കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പൂർത്തിയായെങ്കിലും ഉൽപാദന മേഖല ചരക്ക് നീക്കത്തിൽ വരുത്തിയ നിയന്ത്രണം ചരക്ക് ക്ഷാമത്തെ വ്യക്തമാക്കുന്നു. പിന്നിട്ട വാരം കൊച്ചി ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള കുരുമുളക് വരവ് 155 ടണ്ണിൽ ഒതുങ്ങി. തൊട്ടു മുൻവാരത്തെ അപേക്ഷിച്ച് വരവിൽ 121 ടണ്ണിന്റെ കുറവാണുണ്ടായത്. ആദ്യ വിളവെടുപ്പ് പൂർത്തിയാക്കിയ കർഷകരുടെ വിലയിരുത്തൽ പ്രകാരം 2024 അപേക്ഷിച്ച് വിളവ് ഏതാണ്ട് 40 മുതൽ 50% വരെ കുറഞ്ഞതായാണ്. ഇടുക്കിയിലും വയനാട്ടിലും മറ്റു ഭാഗങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവ് ചുരുങ്ങിയതായാണ് വിലയിരുത്തൽ. ഇന്ന് അൺഗാർബിൾഡ് മുളക് വില ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് 65,900 രൂപയായി. വിളവെടുപ്പ് വേളയിലും പച്ചതേങ്ങ ലഭ്യത ചുരുങ്ങിയത് ഡിമാൻഡ് ഉയർത്തി. ഇതിനിടയിൽ ഇന്തോനേഷ്യയും മലേഷ്യയും നോയമ്പുകാലത്തിന്റെ ഭാഗമായി രാജ്യാന്തര ഭക്ഷ്യ എണ്ണ വിപണിയിൽ നിന്നും അകന്നത് പാചക എണ്ണ വിലകൾ ഉയരാൻ അവസരമൊരുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. കേരളത്തിലും തമിഴ്നാട്ടിലും പച്ചതേങ്ങ കൊപ്ര വരവ് കുറഞ്ഞ അളവിലാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭ്യമായത് ഉൽപാദന മേഖലകൾക്ക് ആശ്വാസം പകർന്നെങ്കിലും തുടർമഴയ്ക്ക് അവസരം ലഭിച്ചാൽ മാത്രമേ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനാവൂ. കൊച്ചി കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 192 രൂപയായി കയറി. രാജ്യാന്തര വിപണിയിൽ റബ്ബർ അല്പം തളർച്ചയിലാണ്. വ്യവസായ മേഖലയിൽ നിന്നുള്ള വാങ്ങൽ താൽപര്യം ചുരുങ്ങിയത് റെഡി അവധി വ്യാപാര രംഗത്ത് മ്ലാനത പരത്തി. ഏലക്കലേലത്തിൽ വരവ് ചുരുങ്ങിയെങ്കിലും വിൽപ്പനക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉൽപ്പന്നവില ഉയർന്നില്ല. ആകെ 11,115 കിലോ ഏലക്ക ആദ്യ ലേലത്തിലെത്തിയതിൽ 7,961 കിലോ മാത്രമേ വിറ്റഴിഞ്ഞുള്ളൂ. ശരാശരി ഇനങ്ങൾ കിലോ 2,752 രൂപയിലും മികച്ച ഇനങ്ങൾ 3,092 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിക്കും ഗ്രാമവികസനത്തിനുമുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയുടെ വികസനത്തിനായി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുവെന്നും മോദി. പയർവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കാർഷിക മേഖലയുടെ വികസനവും ഗ്രാമങ്ങളുടെ അഭിവൃദ്ധിയും എന്ന 2 വലിയ ലക്ഷ്യങ്ങൾക്കായി സർക്കാർ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മോദി പറഞ്ഞു. പ്രധാനമന്ത്രി ധന്യ കൃഷി യോജന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ഏറ്റവും കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള 100 കാർഷിക ജില്ലകളുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതിയാണിത്. സമീപ വർഷങ്ങളിലെ ശ്രമങ്ങൾ രാജ്യത്തെ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു, മോദി പറഞ്ഞു. എന്നിരുന്നാലും ആഭ്യന്തര ഉപഭോഗത്തിന്റെ 20% ഇപ്പോഴും ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവ് അനിവാര്യമാക്കുന്നു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നൂതന വിത്തുകളുടെ വിതരണം നിലനിർത്തുകയും ഹൈബ്രിഡ് ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വാർഷിക പയറുവർഗ്ഗ ഉപഭോഗത്തിന്റെ 15 മുതൽ 20% വരെ, അതായത് ഏകദേശം 30 ദശലക്ഷം ടൺ ഇറക്കുമതി ചെയ്യുന്നു. കാനഡ, ഓസ്ട്രേലിയ, ടാൻസാനിയ, മൊസാംബിക്, മാലവി, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് തുവര, ഉഴുന്ന്, മസൂർ എന്നിവ ഇറക്കുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ കടുക്കുമ്പോൾ ഇന്ത്യയുടെ ഗോതമ്പ് വിളയും പ്രതിസന്ധി നേരിട്ടേക്കും. മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽ കാർഷിക മേഖലയ്ക്ക് ആഘാതം സൃഷ്ടിക്കും. ഗോതമ്പിന്റെ വിലക്കയറ്റം കഴിഞ്ഞ 4 വർഷമായി ഉയർന്ന നിലയിൽ തുടരുന്നത് പ്രധാനമായും കാലാവസ്ഥയുടെ പ്രതികൂല ആഘാതം മൂലമാണ്. 125 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ ഫെബ്രുവരിക്ക് ശേഷം 2025 മാർച്ച് മുതൽ ഏപ്രിൽ വരെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ കൂടുതൽ താപനിലയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഗോതമ്പിന്റെ ധാന്യ രൂപീകരണ ഘട്ടത്തിൽ മാർച്ചിലെ ഉഷ്ണതരംഗവും ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ചൂടിന്റെ ആഘാതം കൂടുതലായി അനുഭവപ്പെടും. ഉയർന്ന താപനില തുടർച്ചയായ 4ാം വർഷവും വിളവ് കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ഗോതമ്പ് ഉൽപാദനം കുറയുകയും ചെയ്യും. ക്ഷാമം മറികടക്കാൻ സ്വകാര്യ വ്യാപാരികളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് സുഗമമാക്കുന്നതിനായി 40% ഇറക്കുമതി നികുതി വെട്ടിക്കുറയ്ക്കാനോ നീക്കം ചെയ്യാനോ അധികാരികളെ നിർബന്ധിതരാക്കും. 2022 താപനില കുത്തനെ ഉയർന്നതിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞ ഗോതമ്പ് കയറ്റുമതി നിരോധിക്കാൻ ഇന്ത്യ നിർബന്ധിതരായിരുന്നു. ലഭ്യത കുറഞ്ഞതോടെ ഇന്ത്യൻ ഗോതമ്പ് വില ഈ മാസം റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജൈവവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാർ നീക്കം ബയോഗ്യാസ് വ്യവസായത്തിന് ഗുണം ചെയ്യുമെന്ന് ഇന്ത്യൻ ബയോഗ്യാസ് അസോസിയേഷൻ. $2.6 ബില്യൺ വരുമാനം നേടാനും സാധിക്കുമെന്നും റിപ്പോർട്ട്. കൃഷി കർഷകക്ഷേമ മന്ത്രാലയം 1985 വളം നിയന്ത്രണ ഉത്തരവിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും പുതിയ ഇനം വളമായി കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നുള്ള ഓർഗാനിക് കാർബൺ എൻഹാൻസറുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു.
2025 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച മാറ്റം കർഷകർക്കും പരിസ്ഥിതിക്കും പ്രയോജനകരമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് രാജ്യത്തെ കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ സഹായിക്കും. ബയോഗ്യാസ് പ്ലാന്റിലെ അഴുകൽ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം വ്യവസായത്തിന് അധിക വരുമാനം നേടാൻ അനുവദിക്കുമെന്ന് ഇന്ത്യൻ ബയോഗ്യാസ് അസോസിയേഷൻ പറഞ്ഞു. ഓർഗാനിക് കാർബൺ എൻഹാൻസറുകൾ മണ്ണിനെ ഓർഗാനിക് കാർബൺ കൊണ്ട് സമ്പുഷ്ടമാക്കുന്നു. ഇത് ചെടികളുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും കാർഷിക ഉൽപാദനക്ഷമത നിലനിർത്തുകയും ചെയ്യുന്നു. ഇന്ത്യ നിലവിൽ ഏകദേശം 1 ദശലക്ഷം മെട്രിക് ടൺ പുളിപ്പിച്ച ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് CBG പ്ലാന്റുകളിൽ നിന്നുള്ള ഒരു ഉപോൽപ്പന്നമാണ്. ബയോഗ്യാസ് പദ്ധതികളുടെ വിപുലീകരണത്തോടെ ഈ കണക്ക് 7 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ വളങ്ങളുടെ ആവശ്യകത നികത്താൻ ഇത് പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക വായ്പാ വിതരണത്തിൽ ബംഗാളിന് നേട്ടം. ഈ വർഷം വായ്പാ വിതരണം 1 ലക്ഷം കോടി രൂപയാകും. ഈ സാമ്പത്തിക വർഷത്തിൽ കാർഷിക വായ്പാ വിതരണം 1 ലക്ഷം കോടി രൂപ കവിയുമെന്ന് ബംഗാൾ സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഡിസംബർ പാദത്തിൽ ഇതിനകം 75,000 കോടി രൂപ കവിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 70,000 കോടി രൂപയായിരുന്നു. നബാർഡ് സംഘടിപ്പിച്ച 2024-25 സംസ്ഥാന ക്രെഡിറ്റ് സെമിനാറിൽ സംസ്ഥാന കൃഷി സെക്രട്ടറി OS മീനയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എണ്ണക്കുരുക്കൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകളിലാണ് സംസ്ഥാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് മീന ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം ഇരട്ടിയായി. ഇപ്പോൾ ഇത് 14 ലക്ഷം ടണ്ണായി. എണ്ണക്കുരുക്കളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലാവസ്ഥ താരതമ്യേന വരണ്ടതായ സംസ്ഥാനത്തെ പടിഞ്ഞാറൻ ജില്ലകളിലെ പാൽ ഉൽപ്പാദനത്തെക്കുറിച്ച് നബാർഡുമായി സംസ്ഥാനം സംസാരിക്കുമെന്ന് സംസ്ഥാന ധനകാര്യ സെക്രട്ടറി പ്രഭാത് മിശ്ര പറഞ്ഞു. നബാർഡിന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്തെ SME വായ്പ ഇരട്ടിയായി. സംസ്ഥാനത്തെ മുൻഗണനാ മേഖല വായ്പയിൽ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെയും സഹകരണ ബാങ്കുകളുടെയും വിഹിതം ഇപ്പോൾ 5%. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 189, ലാറ്റക്സ് 134, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 375, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 67,900, കുരുമുളക് അൺഗാർബിൾ 65,900, ഏലക്ക 2,700 മുതൽ 2,800 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,300, ചുക്ക് 22,500.